പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇത് ഗ്രഹിപ്പാനുള്ള കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഈ ടെലിവിഷൻ ഉപയോഗിച്ച് ആയിരം വീടുകളിൽ അവിടുത്തെ വചനം പറയുവാൻ അവസരം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇവരെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു. ശരീരത്തിൽ അവരെ സൗഖ്യമാക്കണമേ, മനസ്സിൽ അവരെ സ്വതന്ത്രരാക്കണമേ, ആത്മാവിൽ അവരെ സുരക്ഷിതരാക്കണമേ. യേശുവിന്റെ നാമത്തിൽ. യേശു കർത്താവിന്റെ ജീവചരിത്രം വിശദമായി എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് ഇതാ നാം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്ത്രയോസ്, പത്രോസ് എന്ന 2 പേർ യേശുവിന്റെ ശിഷ്യ സമൂഹത്തിലേക്ക് വന്നു ചേരുന്ന ഭാഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നാം അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്ന് നാം കാണുന്ന വ്യക്തി ഫിലിപ്പോസ്. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇതിനോടകം 2 പേർ യേശുവിനെ അനുഗമിച്ചു. ഒന്ന് അന്ത്രയോസ്, മറ്റേത് പത്രോസ്. ഇവർ 2 പേരും കൂടാതെ യോഹന്നാൻ എന്ന മറ്റൊരാളെയും നാം കണ്ടു. ഇതിൽ യോഹന്നാനും അന്ത്രയോസും സ്നാപക യോഹന്നാന്റെ വാക്ക് കേട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. പത്രോസ് അന്ത്രയോസിന്റെ വാക്ക് കേട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഫിലിപ്പോസ് ആരുടെ വാക്ക് കേട്ടു എന്നറിഞ്ഞുകൂടാ. യേശു ഫിലിപ്പോസിനെ നേരിട്ട് വിളിച്ചു. പിറ്റേന്നാൾ അവൻ ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ 4-ാമത്തെ വ്യക്തിയെ നാം കാണുന്നു. അയാളുടെ പേര് ഫിലിപ്പോസ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കുവാൻ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ധാരാളം ഭാഗങ്ങളുണ്ട്. ചുരുക്കം മാത്രം ഇവിടെ നിന്ന് ചിന്തിച്ച് ഈ ഭാഗത്തോട് നമുക്ക് മുന്നോട്ട് പോകാം. ഫിലിപ്പോസിനെ യേശു കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് കൂടുതലൊന്നും പിന്നീട് ഇവിടെ പറയുന്നില്ല. പിന്നീട് എഴുത്തുകാരൻ പറയുന്നത് 44-ാം വാക്യത്തിലേക്ക് നോക്കൂ. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. 45-ാം വാക്യം ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. 43-ാം വാക്യം ശ്രദ്ധിക്കുക. യേശു ഫിലിപ്പോസിനെ കണ്ടു. 43-ാം വാക്യത്തിൽ യേശു ഫിലിപ്പോസിനെ കണ്ടു. 45-ാം വാക്യത്തിൽ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. യേശുവിനെ കണ്ടവൻ മറ്റൊരുത്തനെ കാണുക. ഈ ചിന്ത കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. യേശു ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. യേശു ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. മനോഹരമായ വചനം അല്ലേ? യേശു ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. സുവിശേഷം പങ്കിടപ്പെടുന്നു. യേശു ഒരാളുടെ വകയല്ല. സുവിശേഷം ഒരു മതത്തിന്റെ വകയല്ല, ഒരു രാഷ്ട്രത്തിന്റെ വകയല്ല, ഒരു കുടുംബത്തിന്റെ വകയല്ല. അത് കൈമാറി പോകുന്നതാണ്. ഇതാ ഫിലിപ്പോസ് ഒറ്റ വാക്കിന് അവൻ യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അവൻ ചെന്ന് മറ്റൊരാളെ കണ്ടുപിടിച്ചു. കണ്ടവൻ മറ്റൊരാളെ കാണണം. യേശുവിനെ അറിഞ്ഞവൻ മറ്റൊരാളോട് അറിയിക്കണം എന്ന ദൂത് ഇതാ ആവർത്തിച്ച് ഇവിടെ പറയുന്നു. ഇവിടെ നമുക്ക് ഫിലിപ്പോസിനോട് യേശു പറഞ്ഞ വാക്കുകളെ കുറിച്ച് നോക്കാം. എന്നെ അനുഗമിക്കുക. കർത്താവായ യേശു മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തിൽ അനേകം നല്ല മനുഷ്യർ വന്നിട്ടുണ്ട്, ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും എന്നെ അനുഗമിക്ക എന്ന് പറയുന്നില്ല. അവരൊക്കെ സാരോപദേശങ്ങൾ പറയുന്നുണ്ട്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. എന്നാൽ യേശു അങ്ങനെ പറഞ്ഞില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് തുടങ്ങിയുള്ള നല്ല സാരോപദേശങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കുറെ തത്വങ്ങൾ തരാനല്ല യേശു വന്നത്, അനുഗമിക്കാൻ ഒരു മാതൃക തരാനാണ് യേശു വന്നത്. അതിനപ്പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് പിൻപറ്റുവാൻ ഒരു കാൽച്ചുവട് വെച്ച് കാണിക്കുവാനാണ് അവൻ വന്നത്.
അതിനുമപ്പുറത്തേക്ക് കടന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ ശക്തി തരുവാനും കൂടിയാണ് അവൻ വന്നത്. ക്രിസ്തീയ ശിഷ്യത്വം മാനുഷിക ബുദ്ധിക്ക് അസാധ്യമായതിനാൽ അതിനുള്ള പ്രാപ്തി അവർക്ക് കൊടുക്കാനും കൂടിയാണ് യേശു വന്നത്. കുറച്ചുകൂടെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ, എന്നെ അനുഗമിക്ക എന്ന യേശുവിന്റെ വാക്ക് നിങ്ങൾക്ക് എടുക്കാൻ വയ്യാത്ത ഒരു ചുമട് നിങ്ങൾക്ക് തരുന്ന ഒരു മതഗുരുവിനെ അല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് അവൻ കാണിച്ചത്. എന്റെ പിന്നാലെ വരിക. അനുഗമിക്കുക എന്നതിനകത്ത് വളരെ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, നമുക്ക് ജോലി കുറവാണ്, നമുക്ക് ബന്ധപ്പാട് കുറവാണ്, മുമ്പിലൊരുവൻ പോകുന്നുണ്ട്, അവൻ വഴി അറിയും, അവൻ അതിന്റെ ബന്ധപ്പാടുകൾ സഹിക്കും, കാലാവസ്ഥയുടെയും മറ്റും എതിർപ്പുകളെ, പ്രതികൂലങ്ങളെ അവൻ സഹിച്ച് അവൻ ഏറ്റെടുത്ത് അവൻ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഇതൊന്നും അറിയണ്ട, നിങ്ങൾ പുറകെ വന്നാൽ മതി. എന്നെ അനുഗമിക്ക എന്ന യേശുവിന്റെ വാക്ക് മറ്റാരും പറയാത്തതാണ്. ഇതാ നിങ്ങൾക്ക് അനുഗമിക്കാൻ ഒരു മാതൃക യേശു. നമുക്ക് 44-45 നോക്കാം. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദിൽ നിന്നുള്ളവർ ആയിരുന്നു. നേരത്തെ കണ്ട പത്രോസും അന്ത്രയോസും ഈ നാട്ടുകാരനാണ്. അതാണ് പറഞ്ഞത്. 45 വാക്യം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. യേശുവിനെ കണ്ടവൻ ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കണ്ടവൻ എവിടെ അവസരം കിട്ടിയാലും യേശുവിനെ പരിചയപ്പെടുത്തണം. എന്താണ് ഫിലിപ്പോസിന്റെ സാക്ഷ്യം? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നൂറ്റാണ്ടുകളായി കാത്തിരുന്നവനെ, പ്രതീക്ഷിച്ചവനെ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ കണ്ടെത്തിയിരിക്കുന്നു എന്ന പദം ഇവിടെ വീണ്ടും വരികയാണ്. ഒരു വലിയ കണ്ടെത്തലാണ് യേശുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഒരു വലിയ കണ്ടുപിടുത്തമാണ് യേശുവിനെ കാണുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ആയുസ് മുഴുവനും കൊണ്ട് വലിയ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവരെ ലോകം ഇന്നും ആദരിക്കുന്നു. അത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അനേകരുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് രക്ഷാനായകനെ കണ്ടെത്തുക, ജീവനായകനെ കണ്ടെത്തുക, യേശുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇതാ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു. 46 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നാം അടുത്തയാളെ കാണുകയാണ്. അതായത്, യോഹന്നാൻ, അന്ത്രയോസ്, പത്രോസ്, ഫിലിപ്പോസ്, നഥനയേൽ. 5ാമത്തെ ആളാണ് നഥനയേൽ. വാക്യം 46. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. നഥനയേൽ, നമ്മൾ അടുത്തയാളെ കാണുന്നു. നഥനയേൽ, യേശുവിന്റെ ശിഷ്യന്മാർ. യേശു മുന്നോട്ട് പോകുമ്പോൾ അവനെ അനുഗമിക്കുവാൻ മുന്നോട്ട് വരുന്ന ആളുകൾ. ആദ്യമായി യോഹന്നാൻ, 2ാമത് അന്ത്രയോസ്, 3ാമത് പത്രോസ്, 4ാമത് ഫിലിപ്പോസ്, 5ാമത് നഥനയേൽ. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളായിരിക്കും അടുത്ത ശിഷ്യൻ. അന്ന് 4ഓ 5ഓ നമ്മൾ കണ്ടെങ്കിൽ പിന്നീട് അത് 12ആയി, 12,000-ആയി, ലക്ഷക്കണക്കിനായി. ലോകം മുഴുവനും യേശുവിന്റെ ശിഷ്യന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. അവനെ അനുഗമിക്കുന്ന, അവനെ അനുസരിക്കുന്ന, അനുധാവനം ചെയ്യുന്ന, അനുഭവിക്കുന്ന, ആരാധിക്കുന്ന ആയിരങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും കാണുമോ? നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ ശ്രദ്ധിക്കുക, 5ാമത്തെ ആൾ നഥനയേൽ. പക്ഷെ നഥനയേൽ ഒരു മുൻവിധിക്കാരനാണ്. ഫിലിപ്പോസ് വലിയ പ്രതീക്ഷയോടുകൂടി യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നഥനയേൽ പറഞ്ഞത് മോശമായ വാക്കാണ്. 46 വാക്യം. നഥനയേൽ ഫിലിപ്പോസിനോട്, നസറേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവായ ഒരു പ്രതികരണം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? യേശുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ അനുജനോട് ചെന്ന് പറഞ്ഞപ്പോൾ, പെങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഒരു പ്രതികരണമാണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യും? തീരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിലയിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? തീരെ സുഖകരമല്ലാത്ത നിലയിൽ പ്രതികരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയും വരാം. ഒരു നല്ല കാര്യം പറയുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ,
നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു പക്ഷേ സംസാരിച്ചെന്ന് വരാം. അങ്ങനെ സംസാരിച്ചാൽ അഥവാ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ പിണങ്ങരുത്, നിങ്ങൾ മുഷിയരുത്. ശാന്തമായിട്ട് സംസാരിച്ചാൽ മതി. കർത്താവാണ് ഇടപെടുന്നത്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. എന്നാൽ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കണ്ടത്. ആളുകൾ മുൻവിധിയോടുകൂടി ഇടപെടും. അങ്ങനെ ഇടപെട്ടാൽ മറുപടി ഇതാണ്: വന്ന് കാണി. അതായത് നിങ്ങൾ നിങ്ങളെ കുറിച്ചല്ലല്ലോ പറയുന്നത്, നിങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ, നിങ്ങൾ യേശുവിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വന്ന് കാണുക, കർത്താവിനെ അനുഭവിച്ചു നോക്കൂ, ഒരു പ്രാവശ്യം പരീക്ഷിച്ചു നോക്കൂ, വേണ്ടെങ്കിൽ വേണ്ട. ഇതാണ് ഫിലിപ്പോസിന്റെ നയം. ഇത് ഏതൊരു സുവിശേഷകനും നല്ല നയമാണ്. എല്ലായിടത്തും നല്ല പ്രതികരണം കിട്ടിയെന്ന് വരില്ല, എല്ലാവരും പെട്ടെന്ന് നല്ലതുപോലെ ഇടപെട്ടു എന്ന് വരില്ല. പക്ഷെ പിണങ്ങണ്ട, കർത്താവിന് വിട്ടുകൂടെ, കർത്താവ് അത് ചെയ്യട്ടെ. വന്ന് കാണി. ഇവിടെ നമുക്ക് നഥനയേലിനോട് ചോദിക്കാം, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു പഴഞ്ചൊല്ലാണ്. ചില നാട് കൊള്ളൂല, ചില മനുഷ്യർ കൊള്ളൂല, ചില വീട് കൊള്ളൂല, ചില ദേശം ചീത്തയാണ്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലേ? എല്ലാ നാട്ടിലും അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ആ നാട്ടുകാരാണോ ഡാഷ്, അവർ കൊള്ളത്തില്ല. ഇന്ന നാട്ടുകാരാണോ അവർ കൊള്ളത്തില്ല. പക്ഷെ ഓർക്കുക, അങ്ങനെ ഒരു നാടിനെ കുറിച്ച് മൊത്തത്തിൽ പറയരുത്. എല്ലാ നാട്ടിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ നാട്ടിലും ചീത്ത മനുഷ്യരുണ്ട്. ഇങ്ങനെ ചില കാടടച്ച സംസാര രീതികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് പക്വതയില്ലാത്തവരുടെ രീതിയാണ്. ആ നാടല്ലേ, ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് പറയാം ഡാഷ്, അവിടുത്തെ ശരിയല്ല. വേറൊരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ആ നാടോ ശരിയല്ല. ഇങ്ങനെ ഒരു നാടിനെ കുറിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില നാടിനെ കുറിച്ച് നമ്മളും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ നഥനയേലിനോട് പേഴ്സണലായിട്ട് ചോദിക്കുക, നിങ്ങൾ അങ്ങനെ പറയാൻ എന്താ കാരണം? നിങ്ങൾക്ക് നസ്രത്തിനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഉത്തരം: എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഒരിക്കലും അടുത്തുള്ള സ്ഥലത്തോട് മതിപ്പുണ്ടാവില്ല. 250 മൈൽ അകലെയുള്ള ഒരാള് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരും. എപ്പോഴും അകലെയാണ് പുണ്യം, അടുത്ത് മടുപ്പാണ്. ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് എങ്ങനെയാണ്? അതിസാമീപ്യം കൊണ്ടുണ്ടാകുന്ന അപകടം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പറച്ചിലുണ്ട്. ഈ മനുഷ്യന്റെ നഥനയേലിന്റെ അടുത്ത നാടാണ് നസ്രത്ത്. അതുകൊണ്ട് അയാൾ പറയുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഏത് നാട്ടിൽ നിന്നാണ് നന്മ വരില്ലാത്തത്? ഏത് വ്യക്തിയിൽ നിന്നാണ് നന്മ വരാത്തത്? സുഹൃത്തുക്കളെ, ഞാൻ സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഒരിക്കലും ഒരു നന്മയും ചെയ്യാത്ത വ്യക്തിയിൽ നിന്നും ഒരു നന്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു ഗുണവും വരാത്ത ഭാഗത്ത് നിന്ന് ഒരു ഗുണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും അടച്ച് കളയരുത്, ആക്ഷേപിക്കരുത്. എവിടെ നിന്നാണ് ഒരു ഉപകാരം വരുന്നത്, എവിടെ നിന്നാണ് ഒരു നന്മ വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് ഓർത്തുകൊള്ളുക. നസ്രത്തിൽ നിന്ന് നന്മ വരില്ല എന്ന് നഥനയേൽ കാടടച്ചു പറഞ്ഞു. അത് മോശമായി പോയി. അങ്ങനെ പറയാൻ പാടില്ല. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. 47-ാം വാക്യം, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. അപ്പൊ ഇങ്ങനെ അവൻ പറഞ്ഞെങ്കിലും അവൻ വന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലായോ? ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ധൃതി പിടിച്ച് പറയുമെന്നേ ഉള്ളൂ, പ്രവർത്തിക്കില്ല. അയാളുടെ മനോഭാവം നല്ലതാണ്, നാക്ക് മോശമാണ്. ഈ മനുഷ്യന്റെ ഉള്ളു നല്ലതാണ്, വാക്ക് നാവ് കൊള്ളൂല. ഇദ്ദേഹം ധൃതി പിടിച്ച് അങ്ങനെ പറയണ്ടായിരുന്നു. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്നാ പിന്നെ എന്തിനാ അയാൾ പോയത്? അയാൾ പോയി അത് കാണാൻ. വന്ന് കാണീനെന്ന് വിളിച്ചപ്പോ പോയി. അപ്പോ തള്ളിക്കളയുന്നവരെയും നിങ്ങൾ തള്ളിക്കളയരുത്. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ സന്ദേശത്തെ തള്ളിക്കളയുന്നവരെയും നിങ്ങൾ തള്ളിക്കളയരുത്. ഫിലിപ്പോസിന്റെ സാക്ഷ്യത്തെ നഥനയേൽ തള്ളിക്കളഞ്ഞു. പക്ഷെ ഫിലിപ്പോസ് നഥനയേലിനെ തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും സുവിശേഷം പറയാൻ വരുന്നത്. എത്രയോ പ്രാവശ്യം നിങ്ങൾ തള്ളിക്കളഞ്ഞതായിരിക്കാം, പക്ഷെ ഞങ്ങൾ നിങ്ങളെ തള്ളാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നു. കേട്ടോ, നോക്കൂ, ഫിലിപ്പോസിന്റെ സന്ദേശത്തെ നഥനയേൽ തള്ളിക്കളഞ്ഞു. പക്ഷെ ഫിലിപ്പോസ് നഥനയേലിനെ തള്ളിയില്ല. ഫിലിപ്പോസ് സ്നേഹത്തോടെ പറഞ്ഞു, വന്ന് കാണുക, പ്ലീസ് കം ആൻഡ് സീ. ഓക്കെ, അവൻ വരാൻ തീരുമാനിച്ചു. അവൻ വന്നു. അവൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞെങ്കിലും അവൻ വന്നല്ലോ.
പല ആളുകളും മോശമായിട്ടൊക്കെ പറയുമെങ്കിലും അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിനെ കണ്ടാൽ അവർ പിരിഞ്ഞു പോകത്തില്ല. എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. വളരെ പരുക്കരായിട്ടൊക്കെ ഞങ്ങളോട് സംസാരിച്ച ആളുകളൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ പ്രവർത്തനത്തിൽ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ചിലപ്പോൾ ചിലർ മോശമായിട്ട് പറഞ്ഞാലും അവര് വരാതിരിക്കില്ല. വന്നു. എനിക്ക് സന്തോഷകരമായ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ബൈബിൾ എടുക്കുക, പ്ലീസ് ശ്രദ്ധിച്ചു നോക്കുക. 92-ാമത്തെ പേജ് 47-ാമത്തെ വാക്യം. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവന്റെ വാക്ക് അല്പം മോശമാണെങ്കിലും അവന്റെ ഉള്ളു നല്ലതാണ്. യേശു അവനെ നോക്കിയിട്ട് പറയും, ഇതാ സാക്ഷാൽ ദൈവ പൈതൽ, ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അതായത് അകത്തൊന്ന് വെച്ചോണ്ട് പുറമെ വേറൊന്ന് കാണിക്കുന്ന കപടഭക്തർ ഇഷ്ടം പോലെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ കപടതയില്ല. മനസ്സിൽ തോന്നുന്നു പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ, പറഞ്ഞാ തീർന്നു. പിന്നെ അകത്തൊന്നും കിടപ്പില്ല, അകത്തൊരു കയ്പില്ല, ഒരു വൈരാഗ്യമില്ല, ഒരു പകയില്ല. യേശുവിന് അവനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കൂ, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേലിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം വീണ്ടും ചിന്തിക്കാം. സമയം തീരുന്നു. നഥനയേൽ യേശുവിനെ കുറിച്ച് ആദ്യം മോശം പറഞ്ഞെങ്കിലും യേശു അവനെ കുറിച്ച് നല്ലത് പറയുക. ഇവിടെ ഫിലിപ്പോസ് ഇത് കേട്ടോണ്ട് നിൽക്കുകയല്ലേ? നിങ്ങൾ എന്നോടൊപ്പം വരികയാണോ? ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോ? നമ്മൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഒന്നുകൂടി ഓർക്കാമോ? യേശു പത്രോസിനെ കണ്ടു. അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് യേശു അവിടെ നിന്ന് ഇറങ്ങി ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിനെ അനുഗമിച്ചു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. നഥനയേലിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഉടനെ നഥനയേൽ വളരെ മോശമായിട്ട് അതിനെ നെഗറ്റീവായിട്ട്, അതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട്, ഓ, നാസറത്തിൽ നിന്ന് നന്മ വരാനാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും സുവിശേഷകനായ ഫിലിപ്പോസ്, യേശുവിനെ സ്വീകരിച്ച ഈ പുതിയ ശിഷ്യനായ ഫിലിപ്പോസ് നിരാശപ്പെട്ടില്ല. വന്ന് കാണും, അങ്ങനെ മുൻവിധിയോടെ തള്ളിക്കളയാതെ പ്ലീസ് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവനെ വിളിച്ചു. അവൻ വന്നു. അവൻ ഇങ്ങോട്ട് വരുമ്പോ യേശു പറയുക, ഇതാ ശരിയായത്. അപ്പൊ ഫിലിപ്പോസിനെ കുറിച്ച് പോലും പറയാത്ത നല്ല വാക്ക്, നല്ല കമന്റ്, നല്ല സർട്ടിഫിക്കറ്റ് നഥനയേലിന് യേശു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? ഫിലിപ്പോസിന് സങ്കടം തരില്ലേ? ഓ, ഒരു നല്ല ദൈവവൈതല്, അവൻ ഇച്ചിരി മുമ്പേ പറഞ്ഞ എന്താന്ന് എനിക്കറിയാമെന്ന് ഫിലിപ്പോസിന്റെ മനസ്സിൽ വന്നു കാണൂല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? നസറത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് പറഞ്ഞവനെ കുറിച്ച് യേശു പറയുക, ഇതാ യഥാർത്ഥ ദൈവമകൻ വരുന്നുണ്ട്, എന്നിൽ കപടമില്ല. ഞാൻ പറയാമെന്ന ആശയം, നമ്മൾ ആളുകളെ കാണുന്നത് പോലെയല്ല യേശു കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണും, ദൈവമോ ഹൃദയത്തെ കാണും. മുഖം നോക്കി വിധിക്കരുത്, ഹൃദയം അറിയുന്ന കർത്താവിന് വിട്ടുകൊട്, ആരെയും വിധിക്കണ്ട. ഇന്ന് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കാം. യെസ്, കർത്താവായ ദൈവമേ, നല്ല വചനങ്ങൾക്ക് നന്ദി പറയുന്നു. ഗ്രഹിക്കാൻ കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുറെ കൂടെ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ, കപടതയില്ലാതെ ജീവിക്കുവാൻ, ഹൃദയത്തിൽ ഒന്നുണ്ടെങ്കിൽ അത് തന്നെ പുറമേയുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിനെ കുറിച്ച് പറയാൻ ഞങ്ങളെ കൃപ തരണമേ. ഞങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നവരോട് പിന്നെയും പറയാൻ കൃപ തരണമേ. യേശു നാമത്തിൽ തന്നെ. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ.
വാണിടും. മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ, എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. ഘോരമാം ശോധനയിൽ എൻ ഹൃദയം തെല്ലും പതറാതെ, ഘോരമാം ശോധനയിൽ എൻ ഹൃദയം തെല്ലും പതറാതെ, വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ. വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ. എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോക